ഇത്രയും സ്നേഹമുള്ള കുഞ്ഞുങ്ങളെ, ഞാൻ നിങ്ങളുടെ നിന്നു ടീച്ചറാണ്. കലണ്ടറുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമായാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിയിട്ടുള്ളത്. ചോദ്യം ഇതാണ്: ഒരു മാസത്തിലെ 2 വ്യാഴാഴ്ചകളുടെ തുക 9 ആണെങ്കിൽ ആ മാസം 16-ാം തീയതി ഏത് ദിവസമായിരിക്കും എന്നതാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. ശ്രദ്ധിക്കുക, ഒരു മാസത്തിലെ 2 വ്യാഴാഴ്ചകളുടെ തുക 9. അപ്പം നമുക്കറിയാം കലണ്ടറാണ്. അപ്പോൾ എന്തായാലും 2 സംഖ്യകൾ എന്ന് പറഞ്ഞാൽ 1-ന്റെയും 9-ന്റെയും ഇടയിലുള്ള സംഖ്യകളായിരിക്കും അല്ലേ. അപ്പം നമ്മൾ വ്യാഴാഴ്ച 1-ാം തീയതി ആണെങ്കിൽ അടുത്ത വ്യാഴാഴ്ച എത്രയായിരിക്കും? 7 കൂട്ടിയാലല്ലേ അടുത്ത ആഴ്ച കിട്ടുക. 1-ാം തീയതി ആണെങ്കിൽ അടുത്ത വ്യാഴാഴ്ച 8-ാം തീയതി ആയിരിക്കും. നമുക്ക് ഇപ്പൊ ഈ ചോദ്യത്തിൽ പറഞ്ഞ എല്ലാ കണ്ടീഷനും ഓക്കെയാണ്. കണ്ട, ആദ്യത്തെ വ്യാഴാഴ്ച 1-ാം തീയതി ആണെങ്കിൽ രണ്ടാമത്തെ വ്യാഴാഴ്ച എത്രാം തീയതി ആയിരിക്കും? 8-ാം തീയതി ആയിരിക്കും. അപ്പൊ 1ഉം 8ഉം കൂടെ ആഡ് ചെയ്ത് നമുക്ക് എത്ര കിട്ടും? 9 എന്ന് കിട്ടും അല്ലേ. ഇത് നമ്മൾ കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടും? 9 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ നമ്മൾ വ്യാഴാഴ്ചകൾ കണ്ടെത്തി. 1, 8 എന്നതാണ് വ്യാഴാഴ്ചകൾ. ഇനി നമ്മളോടുള്ള ചോദ്യം, അങ്ങനെയാണെങ്കിൽ ആ മാസത്തിലെ 16-ാം തീയതി ഏത് ദിവസമാവും എന്നാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. അപ്പോൾ ഓൾറെഡി ആദ്യത്തെ ആഴ്ച 1, രണ്ടാമത്തെ വ്യാഴം 8, മൂന്നാമത്തെ വ്യാഴം കിട്ടാൻ നമ്മൾ എന്താ ചെയ്യുക? 8ന്റെ കൂടെ വീണ്ടും 7 കൂട്ടും അല്ലേ. 8ഉം 7ഉം കൂടി ചേർന്നാൽ നമുക്ക് എത്ര കിട്ടും? 15. അപ്പോൾ 1-ാമത്തെ വ്യാഴം 1, രണ്ടാമത്തെ വ്യാഴം 8, മൂന്നാമത്തെ വ്യാഴം 15 ആണെങ്കിൽ 15 ആണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ നമ്മളോട് 16 ഏത് ദിവസമാണെന്നാ ചോദ്യം. 16 ഏത് ദിവസമായിരിക്കും? വെള്ളി. 16 എന്ന് പറയുന്നത് വെള്ളിയാഴ്ച ആയിരിക്കും. എല്ലാവർക്കും ക്ലിയർ ആയെന്ന് ടീച്ചർ പ്രതീക്ഷിക്കുന്നു. അതായത് 1-ാം തീയതി വ്യാഴാഴ്ചയാണെങ്കിൽ 16-ാം തീയതി ഏത് ദിവസമാണെന്നാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. അപ്പോൾ 1-ാം തീയതി വ്യാഴാഴ്ചയും 2 കണ്ടീഷൻ നമ്മുടെ മുന്നിലുണ്ട്. 1-ാം തീയതി വ്യാഴാഴ്ച നമുക്ക് തന്നിട്ടില്ല. തുടർച്ചയായ 2 വ്യാഴാഴ്ചകളുടെ തുക 9 ആണെന്ന് തന്നിട്ടുണ്ട്. അതിൽ നിന്നാണ് നമ്മൾ 1ഉം 8ഉം ആണ് വ്യാഴം എന്ന് കണ്ടെത്തിയത്. 1ഉം 8ഉം വ്യാഴാണെങ്കിൽ അടുത്ത വ്യാഴം 15 ആയിരിക്കും. അപ്പോൾ 16 എന്ന് പറയുന്നത് വെള്ളി. ഉത്തരത്തിലേക്ക് എത്തിയ രീതി കൂട്ടുകാർക്കെല്ലാം മനസ്സിലായെന്ന് ടീച്ചർ പ്രതീക്ഷിക്കുന്നു. മറ്റൊരു ചോദ്യവുമായി മറ്റൊരു ക്ലാസ്സിൽ കാണാം. താങ്ക് യു.